2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ നമുക്ക് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ ഫ്രീ ആണ്. അതിനെക്കുറിച്ച് നല്ലതും ചീത്തയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും രണ്ടും കൂട്ടരുണ്ടാവുമല്ലോ. ഇതൊന്ന് കേട്ടു നോക്കി. എങ്ങനെ KSRTC നഷ്ടത്തിൽ വരാതിരിക്കും? KSRTC ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ വമ്പൻ തട്ടിപ്പ്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ KSRTC വാങ്ങിയത് പല വിലയ്ക്ക്. കോടികളുടെ അഴിമതി തുറന്നു കാട്ടുന്ന പർച്ചേസ് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വൻ ക്രമക്കേട് ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ യാതൊരു അന്വേഷണമോ ഓഡിറ്റോ നടന്നിട്ടില്ല. മാതൃഭൂമി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. എന്നിട്ടാണ് ഈ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് എന്തൊരു പ്രസംഗമാണ് ഘോരം ഓരോരുത്തർ പറയുന്നത്. ഇത്രയും നഷ്ടമുള്ള KSRTC എങ്ങനെ ഇതാക്കും? അതൊരു കൂട്ടർ. സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നു, പുരുഷന്മാരോട് പക്ഷാപാതം വേറൊരു കൂട്ടർ. എങ്ങനെ ഇത് നഷ്ടത്തിലായി? KSRTC നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പല പ്രാവശ്യം നമ്മളെ തെളിയിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനൊക്കെ KSRTCയിൽ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ KSRTC സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ ആ ഒരേ ബസ്സിൻ്റെ സമയത്ത് ഒരു 5-6 പ്രൈവറ്റ് ബസ്സും കൂടി വരും. അപ്പോൾ ആരെങ്കിലും KSRTCയിൽ കയറുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇത്രയും നഷ്ടത്തിൽ വരുത്തിയ സംഭവത്തിൽ നിന്നാണ് അതിലാണ് ഇങ്ങനെ കുറെ കുറ്റങ്ങൾ പറയുന്നത്. 2 പേന, ഒരേ കമ്പനി, ഒരേ നിറം, ഒരേ വില, 5 രൂപ. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ 5 രൂപയുടെ പേന 8 രൂപയ്ക്ക് വാങ്ങുമോ? വാങ്ങില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കുറച്ച് KSRTC ബസ്സുകൾ വാങ്ങി വലിയ വിലയ്ക്ക്. കണ്ടില്ലേ? എന്നിട്ടാണ് ഒരം പോയവൻ നഖം പോയവൻ്റെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇത്രയും വലിയ നഷ്ടത്തിലേക്ക്, എല്ലാം നഷ്ടത്തിലാണല്ലോ ആക്കി വെച്ചിട്ട് ഇതുപോലെയുള്ള വർത്താനം പറയുന്നു. എങ്ങനെയുണ്ട് അല്ലേ?